हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് നമ്മൾ 24ാമത്തെ ശ്ലോകം കഴിഞ്ഞു. പിന്നെ 25ഉം 26ഉം ചെല്ലാം നമുക്ക്. 25ഉം 26ഉം. ആവർത്തനോ നിവൃത്താത്മാ സംവൃത സംപ്രമർദ്ദന അഹ സംവത്സരോ വന്നി അനിലോധരണീധര സുപ്രസാദ പ്രസന്നാത്മാ വിശ്വദൃക് വിശ്വവിഭൂ സത്കർത്ത സത്കൃത സാധു ജഞ്ജുർനാരായണോ നര. ഇന്ന് നമ്മളെടുക്കുന്ന നാമെന്ന് 228ാമത്തെ ആവർത്തന. ആവർത്തനം എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും സാന്നിധ്യം ഉണ്ടാക്കുന്നവൻ. ആവർത്തിക്കുക, റിപ്പീറ്റ് പെർഫോമൻസ് എന്നൊക്കെ പറയില്ല. ആവർത്തനം തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ധന്വന്തരം 101 ആവർത്തിച്ചെന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ആവർത്തനം. ചുറ്റിത്തിരിയുന്നവൻ അർത്ഥം. അങ്ങനെ റോന്ത് ചുറ്റുന്ന മാതിരി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക, അങ്ങനെ സർക്കിൾ അടിച്ചുകൊണ്ടിരിക്കുക. ഭഗവാന് സംസാരചക്രത്തിനെ ഒരു നിമിഷം പോലും നിർത്താതെ തിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആവർത്തനം എന്ന് പറയുന്നത്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക സംസാരചക്രം. അതിന് സ്റ്റോപ്പില്ല. മനസ്സിലായില്ലേ? എന്ത് വാച്ചാണോ അത്? അതിന് സ്റ്റോപ്പില്ല. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാറ്ററി വീക്കാവില്ല, കീ കൊടുക്കണ്ട, അതൊന്നും വേണ്ട. ഓട്ടോമാറ്റിക് ഇങ്ങനെ എന്തോ ഒരു എനർജി, ഭഗവാന്റെ എനർജി കൊണ്ട്, ഇൻഎക്സോസ്റ്റബിൾ എനർജി കാരണം അതിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അല്ലേ? ഈ ജഗത്തിൻ്റെ ചക്രം എന്ന് പറയുന്നത് കാലചക്രം തന്നെയാണ്. വീൽ ഓഫ് ടൈം. അതാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതുവരെ കറങ്ങും? ഈ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവരാശികൾക്കും പൂർണ്ണ മോക്ഷം ലഭിക്കുന്നത് വരെ ഈ സംസാര ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. ഒരാൾ ബാക്കിയുണ്ടെങ്കിലും അയാൾക്ക് വേണ്ടി ഇതിങ്ങനെ കറങ്ങും. അതാണ് ഭഗവാന്റെ ഇച്ഛാശക്തി. അതാണ് ഭഗവാന്റെ ഇച്ഛ. ഭഗവാന്റെ കളി അപ്പോഴേ നിൽക്കുള്ളൂ. എല്ലാവരും ബോർഡിൽ നിന്ന് പോകണം. എല്ലാ കരുക്കളെയും ബോർഡിൽ നിന്ന് തട്ടിമറിച്ച് കളഞ്ഞിട്ടേ പറ്റുള്ളൂ. ഒരാളവിടെ ബാക്കിയുണ്ടെങ്കിൽ പറ്റില്ല. എല്ലാവരും തട്ടി വെട്ടി ശരിയാക്കണം. എങ്ങനെയെങ്കിലും ശരിയാക്കിയാൽ പോരാ. രണ്ടാമതും ബോർഡിലേക്ക് വരാത്ത രീതിയിലാക്കണം. മോക്ഷപ്രാപ്തി കൊടുക്കണം. അന്തിമ മോക്ഷം കൊടുക്കണം. അതുവരെ കാലം ജീവികളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു ബോർഡിൽ നിന്ന് മാറുക, വേറൊരു ബോർഡിലേക്ക് ചാടുക, അവിടുന്ന് വേറൊന്നിലേക്ക് ചാടുക, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നിർത്തില്ല. ശരിക്കും പറഞ്ഞാൽ വേട്ടയാട് തന്നെ ചെയ്യുക. ഓരോ നിമിഷം കഴിയും തോറും ജീവജാലം എന്ത് പറ്റണു? ഓരോ നിമിഷം സമയം പോകും തോറും
മരണത്തിനോട് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്, അതവൻ അറിയുന്നില്ല. ഇവിടുത്തെ ഈ മാറ്റത്തിലെ രസം കണ്ട് അതിൽ ഭ്രമിച്ച് നിൽക്കുകയാണ് ഇവൻ. അങ്ങോട്ട് പോണ പോക്ക് അവൻ ഏതാ ഗോളിലേക്ക് എത്തുന്നത് എവിടെയെന്ന് അറിയില്ല. ഗോൾ പോസ്റ്റിലേക്കുള്ള യാത്രയാണ് അവൻ്റെ. വഴിക്ക് പല രസങ്ങൾ കാണാം, അത്ഭുതങ്ങൾ കാണാം, പക്ഷേ അവൻ പോകുന്നത് എങ്ങടാ? ആ ഗോൾ പോസ്റ്റിലേക്കാണ്. രസം സൂര്യൻ ഉദിക്കുമ്പോൾ രസം അസ്തമയത്തിലും, അല്ലേ? സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴും എന്താ കന്യാകുമാരിയിൽ കാണാൻ രസം, അല്ലേ? അതിനുവേണ്ടി എത്രയോ ആൾക്കാർ പൈസ ചിലവാക്കി അവിടെ വരുന്നു. ആ കാണാൻ അതിൻ്റെ ഒരു ഭംഗി കാണാൻ, സൂര്യാസ്തമയവും സൂര്യോദയവും സൂര്യാസ്തമയവും ഒരേ സ്ഥലത്ത് വെച്ച് കാണുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? അപ്പോൾ രസം സൂര്യൻ ഉദിക്കുമ്പോൾ രസം അസ്തമയത്തിലും, ഇതൊക്കെ ശരിയാ. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഇത് രണ്ടും ആസ്വദിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് കുറേ മണ്ണ് കാലിൻ്റെ അടിയിൽ നിന്ന് പോകുന്നുണ്ട്. തങ്ങൾക്കായസ്സു പോകുന്നതറിയുന്നില്ല പുരുഷൻ. അവൻ്റെ ആയസ്സാ നീങ്ങിക്കൊണ്ടേ. ഒരു സൂര്യോദയം കഴിഞ്ഞാൽ അത്രയും ഒരു ചെറിയൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു, ഒരു സൂര്യോദയം കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. ഇങ്ങനെ ദിവസേന ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണ് അവ പടുകുണ്ടിൽ ചെന്ന് ചാടുക? അതുവരെ അങ്ങനെ കാലം നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും സമയം. നോൺ സ്റ്റോപ്പ് നിൽക്കില്ലേ? കാലം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയകളും നിൽക്കില്ല. ഭജഗോവിന്ദത്തിൽ എത്ര ഭംഗിയായിട്ട് ശങ്കരൻ പാടുണ്ടറിയോ? ദിനയാമിന്യൗ സായം പ്രാത ശിശിരവസന്തൗ പുനരായാത. ദിനയാമിന്യൗ സായം പ്രാത ശിശിരവസന്തൗ പുനരായാത. ദിനയാമിന്യൗ, പകല്, രാവ്, വൈകുന്നേരം, പ്രഭാതം. ദിനയാമിന്യൗ സായം പ്രാത ശിശിരവസന്തൗ പുനരായാത. ശിശിരം, വസന്തം, വീണ്ടും വരും, വീണ്ടും പോവും. ആവർത്തനം, അതിനെ ആവർത്തനം എന്ന് പറയണം. ദിനയാമിന്യൗ സായം പ്രാത ശിശിരവസന്തൗ പുനരായാത. കഷ്ടം എന്ന് പറയാം ശങ്കരനെ. കാലക്രീഡതി, കാലം കളിക്കുന്നു. ഈ സ്പോർട്ടിങ് വിത്ത് അസ്, വേട്ടയാടാണ്, ഈസ് ഹണ്ടിങ്. കാലക്രീഡതി ഗച്ഛത് ആയു, ആയുസ് പോണു. ലൈഫ് എബ്സ് അവേ, കാലം നമ്മളോട് കളിക്കുന്നു. ഈ സ്പോർട്ടിങ് വിത്ത് അസ്, ലൈഫ് എബ്സ് അവേ. ഈ കളിയിൽ നമ്മൾ ആ കളിയുടെ രസം കൊണ്ട് സമയം പോകണമെന്ന് അറിയില്ല. ഇതിന് കാലക്രീഡതി ഗച്ഛത് ആയു തദഭിന മുഞ്ചത് ആശാവായു. ഇതൊക്കെ അറിഞ്ഞിട്ട് മനുഷ്യൻ ആശ വിടുന്നില്ലല്ലോ, ആഗ്രഹം വിടുന്നില്ലല്ലോ മനസ്സിന്ന് പോകാനെ. അങ്ങനെ ചോദിക്കണം, ചാട്ടവാറുകൊണ്ട് പുറത്ത് അട്ടിക്കണ പോലെ ഇല്ലേ അടി? എടാ പൊട്ട മൂഢ, ദിനയാമിന്യൗ സായം പ്രാത ശിശിരവസന്തൗ പുനരായാത. കാലക്രീഡതി, കാലം നന്നായിട്ട് കളിപ്പിക്കുകയാണ്. ടൈം ഈസ് പ്ലേയിങ് വിത്ത് യു. മനസ്സിലാക്കത്. ഗച്ഛത്തായു, നിൻ്റെ ആയസാണ് പോണത്. ഇതൊക്കെ അറിഞ്ഞിട്ട് നിൻ്റെ ഇതിന് എന്താ പറയുക, തദവിനെ മുഞ്ചത്ത് ആശാവായു എന്ന് പറയുന്ന ഭജഗോവിന്ദത്തിൽ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ആശയുടെ കാര്യമല്ല ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. കാലം നോൺ സ്റ്റോപ്പായിട്ട് ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തടുക്കാൻ നിവൃത്തിയില്ലാത്ത കാലചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഒരാൾക്ക് അത് തടുക്കാൻ പറ്റില്ല. നോ വൺ ക്യാൻ എവർ സ്റ്റോപ്പ് ദ ഫ്ലോ ഓഫ് ടൈം. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ എന്ന് പറഞ്ഞ പോലെ ഒരാൾക്ക് നിർത്താൻ പറ്റില്ല. ആ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ കറക്കം ഇങ്ങനെ ആവർത്തിക്കുന്നു. ഓരോരോ സീസൺസ്, ഓരോ ഡേ, ഓരോ നൈറ്റ്, ഓരോ വീക്ക്, ഓരോ ഇയർ, ഓരോ മന്ത്, ഓരോ മില്ലിനിയം ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കാലചക്രത്തിൻ്റെ അടിയിൽപ്പെട്ട എല്ലാവരും ചതഞ്ഞ് അരഞ്ഞ് നശിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാറ്റിനെയും കൊന്ന് തിന്ന് ഒതുക്കിയിട്ടേ കാലം തൻ്റെ
ജൈത്രയാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് കണ്ടിന്യൂസ് ഇറ്റ്സ് എന്താ പറയുക ഹണ്ടിങ് സ്പ്രീ, ഇറ്റ്സ് കോൺക്വസ്റ്റ്, ഇറ്റ് കണ്ടിന്യൂസ്. ആലോചിച്ച് നോക്കൂ, ഭാവി വർത്തമാനമാകുന്നു, ഭാവി എന്ന് വിചാരിച്ചത് വർത്തമാനമാകുന്നു, വർത്തമാനം ഭൂതത്തിൽ ലയിക്കുന്നു. ഇന്നലത്തെ ഭാവി ഇന്നത്തെ വർത്തമാനമായി, ഇന്നത്തെ വർത്തമാനം നാളത്തെ ഭൂതമായിട്ട് മാറുന്നു. കാലടങ്ങില്ല. ഈ ചക്രചലനം തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ആവർത്തന. ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനൊരു ആലോചന ആവശ്യമാണ് മനുഷ്യനെ, മനസ്സിലായി. കാര്യം ഉണ്ടായിട്ടല്ല, എന്നാലും ഇടയ്ക്കൊന്ന് ഒരു ചെറിയൊരു ഉപ്പിലിട്ട് തൊട്ട് കൂട്ടണ പോലെ ഒരു രസമാണ് അല്ലേ? ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കില്ല കാലത്തിനെ കുറിച്ചൊക്കെ, നമ്മുടെ ഹെൽപ്ലെസ്നെസ്, നമ്മുടെ അറിവില്ലായ്മ, ഇതൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് പുസ്തകം എടുത്ത് തൊട്ട് ഡസ്റ്റൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞ് ഒന്ന് വായിക്കണത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ആവർത്തന എന്നുള്ള പേര് ഭഗവാൻ വരാൻ കാരണം കാലചക്രം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അടുത്ത നാമം നിവൃത്താത്മാ. നിവൃത്താത്മാ, നിവൃത്തമായിട്ടുള്ള ആത്മ, സംസാര ബന്ധത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആത്മാവ്. നിവൃത്തി, അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നിവൃത്തി. സംസാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നിവൃത്തി. അങ്ങനെയുള്ള നിവൃത്തിയായിട്ടുള്ള ആത്മാവാന്നർത്ഥം. ഒരു ബന്ധനവും ഒന്നിനോടുമില്ല. ലോകത്തിൽ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ആ രണ്ട് പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് പ്രവൃത്തി, ഒന്ന് നിവൃത്തി. ആലോചിക്കും. ഒന്ന് കർമ്മം ചെയ്യൽ, ഒന്ന് കർമ്മം ചെയ്യാണ്ടിരിക്കൽ. പ്രവൃത്തി, നിവൃത്തി. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട രണ്ട് പദങ്ങളത്, പ്രവൃത്തി ആൻഡ് നിവൃത്തി. പ്രവൃത്തി എന്ന് വെച്ചാൽ ആക്ഷൻ, നിവൃത്തി എന്ന് വെച്ചാൽ അൺആക്ഷൻ. ഇൻആക്ഷൻ അല്ല, അൺആക്ഷൻ. രണ്ടും വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കാം. അൺആക്ഷൻ ഈസ് നിവൃത്തി. ഗ്രന്ഥങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥം നിവൃത്തി എന്ന് വെച്ചാൽ ഇൻആക്ഷൻ അല്ല, ഇറ്റ് ഈസ് അൺആക്ഷൻ. ഒന്നും ചെയ്യാതിരിക്കലാണ് ഇന്നാക്ഷൻ. ഇവിടെ നിവൃത്തി ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യല്ല, ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് സ്റ്റോപ്പ് ചെയ്യല്ല. ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് വിൽ കണ്ടിന്യൂ, ഇറ്റ് ഹാസ് ടു കണ്ടിന്യൂ. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യ കർമ്മകൃത്. ഒരു നിമിഷം പോലും നമുക്ക് ഇന്ദ്രിയങ്ങളെ മനസ്സിനെയും പ്രവർത്തനം ഇല്ലാണ്ട് ആക്കിയിരിക്കാൻ പറ്റില്ല. നോ ലേ ഓഫ്, നോ ഷട്ട് ഡൗൺ, ഇതൊന്നും പറ്റില്ല. ഇറ്റ്സ് എ പ്രോസസ് ഇൻഡസ്ട്രി, കണ്ടിന്യൂസ് പ്രോസസ്സാണ്. തോട്ട്സ് എന്ന് പറഞ്ഞതേ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുപോലെ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയായാലും ശരി കർമ്മേന്ദ്രിയായാലും ശരി, ചലനമില്ലാതെ ഒറ്റയ്ക്ക് ഒന്നും നിൽക്കാൻ പറ്റില്ല. പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ നിവൃത്തി എന്ന് പറയുന്നത് ഇൻആക്ഷൻ അല്ല, ഇറ്റ് ഈസ് അൺആക്ഷൻ. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആ പ്രവൃത്തി കൊണ്ട് എന്നെ ബാധിക്കാത്ത ഒരു രീതിയിൽ ഞാൻ ആ പ്രവൃത്തിയെ കാണണം. അതാണ് അൺആക്ഷൻ. നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, അത് ഇരിക്കട്ടെ. അപ്പം കർമ്മം ചെയ്യുന്ന ഇതൊന്ന്, പ്രവൃത്തി ഇല്ലാണ്ട് പറ്റില്ല, പ്രവൃത്തി ചെയ്യാൻ വേണം. കാരണം കർമ്മം ചെയ്യാതെ വാസനകൾ പോവില്ല, ഒരു രീതിയിലും വാസനകൾ പോവില്ല. ഏത് ജ്ഞാനിയായാലും ശരി, കർമ്മം ചെയ്യാതെ ഒരു വാസനകളും പോവില്ല കയ്യിൽ നിന്ന്. വാസനകൾ ഉള്ളിടത്തോളം കാലം നമ്മൾ കർമ്മം ചെയ്യണം. പക്ഷെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് എന്ത് പറ്റുന്നു എന്നുണ്ടെങ്കിൽ കൂടുതൽ വാസനകൾ ഏറ്റുവാങ്ങിക്കുന്നു ആ കർമ്മത്തിൻ്റെ മനോഭാവം കാരണം. കർമ്മഫലത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ മനോഭാവം പ്രസാദഭാവം അല്ലാത്തത് കൊണ്ട് കൂടുതൽ അഹങ്കാരം ഉണ്ടാകുന്നു, കൂടുതൽ കാമങ്ങൾ ഉണ്ടായിരുന്നു, കൂടുതൽ ഇച്ഛകൾ വരുന്നു, കൂടുതൽ കെട്ടുപാടുകൾ വരുന്നു, കൂടുതൽ ബന്ധനങ്ങൾ വരുന്നു. ദെയർഫോർ കൂടുതൽ വാസനകൾ വരുന്നു. ദെയർഫോർ കൂടുതൽ ജന്മം എടുക്കേണ്ടി വരുന്നു.
അതെന്താ കാരണം? നിവൃത്തി ശരിയായിട്ടില്ല. പ്രവൃത്തിയുണ്ട്, പക്ഷേ പ്രവൃത്തി അഹങ്കാരാത്മകമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഈഗോ സെൻട്രിക് ആക്ഷൻസാണ് ഇതെല്ലാം. അപ്പോൾ ആ പ്രവൃത്തി നമുക്ക് നിർത്താൻ പറ്റില്ല. നിവൃത്തി എന്ന് വെച്ചെങ്കിൽ പ്രവൃത്തി സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പോവല്ല. പ്രവൃത്തി സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് അധികാരമില്ല. നമ്മളുടെ കർമ്മങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ അധികാരം നമുക്ക് ആരാ തന്നെ? ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കർമ്മങ്ങളാണോ നമ്മൾ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആണോ? പറയൂ. എന്നാൽ ഞാൻ മാത്രം പോരെ ലോകത്തിൽ? നമുക്ക് ഈ ലോകത്തിൽ വന്ന് എൻ്റെ വാസനകൾ തീർക്കാൻ, എൻ്റെ പ്രാരാബ്ധം തീർക്കാൻ ഞാൻ എത്രയോ ആൾക്കാരോട് കടപ്പെട്ടിരിക്കുന്നു. എത്രയോ ആൾക്കാർക്ക് ഞാൻ നന്മ ചെയ്യണം, എത്രയോ ആൾക്കാർക്ക് ഞാൻ തിന്മ ചെയ്യണം. അവരുടെ അനുഭവം അതാണ്. എത്ര ആളുകളിൽ നിന്ന് ഞാൻ നന്മ സ്വീകരിക്കണം, എത്ര ആളുകളുടെ ചീത്ത കേൾക്കണം ഞാൻ. ഇതൊക്കെ എൻ്റെ കർമ്മമാണ്. ഈ കർമ്മം നമ്മളുടെ മാത്രമല്ല, ഈ എൻ്റയർ ഫുൾ ലോകത്തിൻ്റെ നമ്മൾ കർമാണു ബന്ധീനി മനുഷ്യ ലോകേ. കർമ്മം നമ്മൾ ബന്ധിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് മൈ കർമ്മ. എൻ്റെ പ്രാരാബ്ധമാണ് ശരി, പക്ഷെ ആ പ്രാരാബ്ധം മാറ്റിക്കിട്ടാൻ, അത് ഒഴിഞ്ഞു പോകാനായിട്ട് എനിക്ക് കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യുന്നത് ഐ ഹാവ് നോ ചോയ്സ്. അത് നമ്മുടെ അധികാരം. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. കർമ്മണ്ണേവ അധികാരസ്ഥേ. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി മിസ്റ്റർ, നോട്ട് പ്രിവിലേജ്. ഇഷ്ടമെങ്കിൽ ചെയ്യില്ല. ഹൂ ആർ യു ടു ഡിസൈഡ്? നിങ്ങളുടെയല്ലല്ലോ ഈ കർമ്മം. നമ്മളുടെയാണോ കർമ്മം? ഒന്ന് ചിന്തിച്ച് നോക്കും. നമ്മളുടെയാണോ ഈ കർമ്മം നമ്മൾ ചെയ്യണത്? എത്ര ആൾക്കാർക്ക് നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്? എത്ര ആൾക്കാരുടെ സർവീസ് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്? നമ്മൾ ഈ ജീവിതം ഇവിടെ ജീവിക്കണമെങ്കിൽ എത്ര ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒന്നും വേണ്ട. ഇവിടുന്ന് എണീറ്റ്, ഫ്ലാറ്റിൽ നിന്ന് എണീറ്റ് നിങ്ങൾ പച്ചക്കറി മേടിക്കാൻ ആ പച്ചക്കറി കടയിലേക്ക് പോയി 2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ നടന്ന് തിരിച്ച് പച്ചക്കറി മേടിച്ച് വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ആളുകളുടെ സഹായം കൊണ്ടാണ് നിങ്ങൾ ആ പച്ചക്കറി മേടിച്ച് വരുന്നത്? ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ലിഫ്റ്റ് വരണം. ലിഫ്റ്റ് വരുത്തി നമ്മുടെ കഴിവാണോ? ആ ലിഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ എത്ര ആൾക്കാർ ഉദ്യമിച്ചിട്ടുണ്ട്? അവരുടെ ഒക്കെ സർവീസ് നിങ്ങൾ എടുക്കണില്ലേ? ഞാനതിന് പൈസ കൊടുക്കണില്ലേ? പൈസ കൊടുത്താൽ മതിയോ? പൈസ കൊടുത്ത സർവീസ് കിട്ടുമോ? പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ലിഫ്റ്റ് ഇവിടെ വരുമോ? ഇല്ലല്ലോ. അതിന് പ്രയത്നം വേണ്ടേ? മനുഷ്യപ്രയത്നം വേണ്ടേ അതിന്? അപ്പോൾ ആ പ്രയത്നം നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടണം? ആ പ്രയത്നം ചെയ്യുന്നത് അവൻ്റെ കർമ്മഫലം, ആ പ്രയത്നം സ്വീകരിക്കുന്നത് നിങ്ങളുടെ കർമ്മഫലം. അപ്പോൾ കർമ്മം എങ്ങനെയാണ് ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റുന്നത്? നിങ്ങളുടെ കർമ്മം ആവില്ലല്ലോ അത്. താഴത്തേക്ക് ഇറങ്ങി റോഡ് ചവിട്ടി എത്ര ആൾക്കാരുണ്ടാക്കിയതാ റോഡ്? ആലോചിച്ചോ. അങ്ങനെ എല്ലാ കാര്യവും. ആ പച്ചക്കറികൾ നിങ്ങൾ വാങ്ങിച്ചു. എവിടുന്നാണ് പച്ചക്കറികൾ വന്നത്? ആരാ പച്ചക്കറികൾ ഉണ്ടാക്കിയത്? നിങ്ങൾ ആകെപ്പാട് എന്താ ചെയ്യണം? ഒരു കിലോ വെണ്ടക്കായ്ക്ക് നിങ്ങൾ 6 രൂപ 7 രൂപ കൊടുക്കണം അല്ലേ? 7 രൂപ കൊടുത്ത് 1 കിലോ വെണ്ടക്കായ നിങ്ങൾക്ക് ഉണ്ടാവുമോ? എത്ര ആൾക്കാരുടെ അധ്വാനം ഉണ്ട് അതിൻ്റെ പിന്നിൽ നോക്കൂ. 1 കിലോ ഉള്ളി, എത്ര ആൾക്കാരുടെ അധ്വാനം ഉണ്ട് അതിൻ്റെ പിന്നിൽ? അതിന് 10 രൂപ വിലയുള്ളൂ ആ അധ്വാനത്തിന്. ഇവിടുന്ന് ഒരു കവർ നിങ്ങൾ പോസ്റ്റ് ചെയ്യണു നാട്ടിലേക്ക്. പണ്ടൊക്കെ ഇമെയിലൊന്നും ഇല്ലല്ലോ. ഇൻലാൻഡ് ഇല്ലെങ്കിൽ കവർ ഇല്ലെങ്കിൽ കാർഡല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ഇൻലാൻഡ് 10 പൈസയാണ് അന്ന് ഇൻലാൻഡിന്, 6 പൈസ കാർഡിന്, 20 പൈസ കവറിന്. അവർ ഇൻലാൻഡിൽ എഴുതി ലോകത്തിലില്ലാത്ത എല്ലാ വർത്തമാനം അതിൻ്റെ ടോപ്പ് ടു ബോട്ടം എഴുതി ഉണ്ടാക്കും ഓരോരുത്തർ. മെല്ലെ ചെറുതായിട്ട് ആധാരം എഴുത്താരം എഴുതുന്ന പോലെ. എത്ര മെസ്സേജ് ആ ഇൻലാൻഡിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. നാട്ടിലുള്ള എല്ലാ വിവരവും ഉണ്ടാവും. ഒരു മാസത്തെ വിവരം ഉണ്ടാവും. മാസത്തിലൊരിക്കലാണ് പണ്ടൊക്കെ എഴുത്ത് വരിക. എല്ലാ വിവരവും ഉണ്ടാവും. അവിടെ സുഖമാണ്, ഇവിടെ സുഖമാണ്, മറ്റാൾ എണ്ണച്ച് കുളിച്ചു, ഇയാൾ കുഴമ്പ് തേച്ചു, ഇങ്ങനെയുള്ള എല്ലാ വിവരവും നമ്മൾ നാട്ടിൽ നിന്ന് അങ്ങോട്ട് എഴുതി വരും. ഇല്ലെങ്കിൽ നാട്ടിലൊക്കെ എഴുതി അയക്കില്ലേ? എത്ര ആൾക്കാർ ഇതറിഞ്ഞു വിവരം നാട്ടിൽ? നിങ്ങളുടെ സുഖദുഃഖ സൗഖ്യങ്ങൾ, സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇവിടുത്തെ നാട്ടിൽ എത്ര ആൾ നിങ്ങൾ അറിയിച്ചു? അതിനെന്താ ചിലവ്? 10 പൈസ. അപ്പോൾ എത്ര ആൾക്കാരുടെ സഹായം നിങ്ങൾക്ക് അതിനിട്ടുണ്ട്? ആലോചിച്ച് നോക്കൂ. അപ്പോൾ കർമ്മം എന്ന് പറയുന്നത് നമ്മളുടെ മാത്രമാണോ? നമ്മൾ മാത്രം കർമ്മം ചെയ്താൽ ശരിയാവും? ആവില്ല. അപ്പോൾ നിങ്ങളുടെ അല്ലാത്തൊരു വസ്തു നിർത്താനോ അത് ചെയ്യാണ്ടിരിക്കാനോ അധികാരം നിങ്ങൾക്ക് ഇല്ല. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് വേണേൽ ചെയ്യാം. നിങ്ങളുടെ
അഹങ്കാരം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അതൊക്കെ നിങ്ങളുടെ, അതൊക്കെ വേണമെങ്കിൽ വലിച്ചെറിഞ്ഞ് കാട്ട് കളഞ്ഞോളൂ. അല്ലെങ്കിൽ പോക്കറ്റിൽ കൊണ്ടു നടക്കണേ കൊണ്ടുവരണം, മടിയിൽ കുത്തി നടക്കണേ മടിയിലും കൊണ്ടു നടന്നോളൂ, ഒരു കുഴപ്പമില്ല. കാട്ടിൽ വലിച്ചെറിഞ്ഞ് കാട്ട് കളയരുത്. അതിന് നിങ്ങൾക്ക് അധികാരമുണ്ട്, ഒക്കെ ചെയ്യാം. പക്ഷേ കർമ്മം ചെയ്യല് അത് നിർത്തരുത്. അത് നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല. അതിന് നിങ്ങളുടെ ഡ്യൂട്ടിയാണത്. യുവർ ഡ്യൂട്ടി യു കനോട്ട് ഫോർസേക്ക്. അത് വേറൊരു പാപമായി മാറും. അതുകൊണ്ട് നിവൃത്തി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ഇല്ലാണ്ടിരിക്കുക, അതാണ് നിവൃത്തി. അല്ല, നിവൃത്തി എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രവൃത്തിയിൽ നിവൃത്തി കാണുക. See the inaction in action and see the action in inaction. ഒന്നും ചെയ്യാണ്ടിരിക്കുന്നവനും കർമ്മം ചെയ്യുന്നുണ്ടാവില്ലേ? ഒന്നും ചെയ്യാതിരിക്കാനോ നമുക്ക് ബാഹ്യമായിട്ട് കണ്ടാൽ അവനൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ഒരാളൊരു സാധാരണ ഒരു ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് ഒരു വലിയൊരു തടാകമുണ്ട്, ആ തടാകത്തിൻ്റെ അറ്റത്ത് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ദിവസേന അയാളൊരു മണിക്കൂറോടെ വന്നിരിക്കും. വൈകുന്നേരം ഒരു 5 തൊട്ട് 6 വരെ അതിങ്ങനെ ഇരുന്നാണെങ്കിൽ ഓരോ കല്ലിങ്ങനെ എടുത്തിടും. അപ്പം അടുത്ത പിള്ളേർ നിൽക്കുന്നുണ്ട്. ഇയാൾക്ക് എന്താ മോഹൻലാൽ പറഞ്ഞ പോലെ വട്ടാണല്ലേ? കണ്ടാൽ തോന്നും. ഒരു മണിക്കൂർ ഈ കുളത്തിലേക്ക് കല്ലെടുത്തിട്ടില്ല അയാളുടെ പണി. ഒരു 6 മണി തൊട്ട് 5 തൊട്ട് 6 വരെ. അത് കഴിഞ്ഞാലോ ഒരു ബെൻസ് കാർ അവിടെ വന്ന് നിൽക്കണതാണ്, അയാൾ അതിൽ കയറി പോവുകയും ചെയ്യും. ഈ പിള്ളേർക്ക് ഒരു പിടി കിട്ടിയില്ല, എന്തത് ഇയാൾ ഇങ്ങനെയാണ്. ചില നേരത്ത് സമുദ്രത്തിൻ്റെ അവിടെ അങ്ങനെ നോക്കിയിരിക്കാനാണ്. സൂര്യൻ ഉദിച്ചു വരുമ്പോഴോ സൂര്യൻ അസ്തമിക്കുമ്പോഴോ അറബിക്കടലോ ബംഗാൾ കടലൊക്കെ ആണെങ്കിൽ ഏതാ അവിടെ വെച്ചാൽ ആ സമയത്ത് അവിടെ ചെന്നിരിക്കണതാണ്. ചിലപ്പോൾ ചെന്ന് പുഴവക്കത്തിരുന്നിട്ട് അതിങ്ങനെ ഒഴുകണമെന്ന് നോക്കിയിരിക്കണതാണ് ഒരു മണിക്കൂർ. അത് കഴിഞ്ഞ് അയാൾ എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ അവിടേക്ക് ബെൻസ് കാർ വരും, ബെൻസ് കാറിൽ അയാൾ പോവുകയും ചെയ്യും. അപ്പം പിള്ളേരായാലും ഇയാളൊക്കെ തിരിച്ചു പോയിട്ടുണ്ടല്ലോ ഈ സൊസൈറ്റി, എന്താ ഇയാൾ ചെയ്യണം? ഒരു മണിക്കൂർ വെറുതെ ഇരുന്ന് ഇങ്ങനെ കല്ല് വലിച്ചെറിയും കടലിലേക്ക്, അല്ല കുളത്തിലേക്ക്, ഇങ്ങനെ നോക്കിയിരിക്കുക. അവിടെ ആരാ അറിയോ? അയാൾ നല്ല വലിയൊരു ഇൻ്റർനാഷണൽ ടെക്സ്റ്റൈൽ മില്ലിലെ ഡിസൈൻ മാനേജറാണ്. അപ്പോൾ ഈ കുളത്തിൽ സൂര്യരശ്മി വരുമ്പോൾ, ആ സൂര്യരശ്മി വെള്ളത്തിൽ പ്രകാശിക്കുമ്പോൾ അതിൽ നമ്മൾ ഒരു കല്ല് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഒരു റിപ്പിൾസ് ഉണ്ടാവില്ലേ, ഒരു ചലനം. ആ ചലനത്തിൻ്റെ കളറ് ക്യാപ്ചർ ചെയ്ത് അത് ഡിസൈൻ ആക്കാനാണ് അയാൾ നോക്കുന്നത്. പുഴയുടെ ഒക്കത്തായാലും ശരി, സമുദ്രത്തിൻ്റെ ഒക്കത്തായാലും ശരി, അയാൾക്ക് ആ പ്രോപ്പർ ഡിസൈൻ, ലേറ്റസ്റ്റ് ഡിസൈൻ അയാൾക്ക് മനസ്സിൽ പതിഞ്ഞ് കിട്ടാനാണ്. എന്നിട്ട് അയാൾ അവിടെ പോയിട്ട് അയാൾ അത് കമ്പ്യൂട്ടറിലേക്ക് ആക്കി മാറ്റും. അയാളൊന്നും ചെയ്യാണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അകർമ്മത്തിൽ കർമ്മമുണ്ട്, കർമ്മത്തിൽ അകർമ്മമുണ്ട്. മനസ്സിലായോ? രണ്ടും വേണം നമുക്ക്. കർമ്മണ്യകർമ്മയ പശ്യേത്, 4-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ. കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത കൃഷ്ണ കർമ്മകൃത്. കർമ്മണ്യ അകർമ്മയ പശ്യേത്, അകർമ്മത്തിൽ കർമ്മവും തൻ കർമ്മത്തിങ്കൽ അകർമ്മവും കാൺമോൻ ധീമൻ മനുഷ്യരിൽ അവൻ യോഗി കൃതാജ്ഞനാം. ആരാണോ കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും കാണാൻ കഴിവുള്ളവൻ അവനാണ് യോഗി എന്ന് പറയുന്നത്. അകർമ്മത്തിൽ കർമ്മവും താൻ കർമ്മത്തിങ്കൽ അകർമ്മവും കാൺമാൻ ധീമൻ മനുഷ്യരിൽ, അത് കാണാൻ കഴിവുള്ളവൻ ധീമാൻ, അവനാണ് ബുദ്ധിമാൻ മനുഷ്യരിൽ. സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത കൃഷ്ണ കർമ്മകൃത്, അവൻ യോഗി കൃതാർത്ഥനാം എന്ന് പറയാം. കർമ്മണ്യ അകർമ്മണ പശ്യേത്. കർമ്മത്തിൽ ആരാണോ അകർമ്മം കാണാൻ പറ്റുന്നത്, അകർമ്മത്തിൽ ആർക്കാണോ കർമ്മം കാണാൻ പറ്റുന്നത്, അതാണ് പ്രവൃത്തി നിവൃത്തി എന്ന് പറയുന്നത്. രണ്ടും നമുക്ക് ആവശ്യമാണ്. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം, അകർമ്മത്തിനെ ആ കർമ്മത്തിൽ കാണും വേണം. അകർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം, ആ അകർമ്മത്തിൽ കർമ്മം കാണും വേണം.
രണ്ടും മ്യൂച്വലി കോംപ്ലിമെൻ്റ്. വേറെ വേറെ അല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അത് ഒരേ ഭാവമാണ്. അതുകൊണ്ടാണ് നിവൃത്താത്മാ എന്ന് പറയുന്നത്. അല്ലാണ്ട് കർമ്മം ത്യാഗം ചെയ്യലല്ല അകർമ്മം എന്ന് പറഞ്ഞാൽ. ഞാൻ എല്ലാം വിട്ടിട്ട് അർജുനതല്ലേ പറ്റിയേ, അതൊക്കെ വിട്ട് ഞാൻ സന്യാസത്തിന് പോകട്ടോ. ഐ വാണ്ട് ടു ബി എവേ നിവൃത്താത്മാ, അകർമ്മനായി പോകാൻ പോവാ ഞാൻ. ഐ വാണ്ട് ടു ബി ടോട്ടലി ഫ്രീ ഫ്രം ദിസ് വേൾഡ്, ഓൾ യൂസ്ലെസ്. ഹൂ ഗേവ് യു ദി പവർ? ഹൂ ആർ യു ടു റൺ അവേ ഫ്രം യുവർ ലൈഫ്? ഇറ്റ്സ് നോട്ട് യുവർ കർമ്മ. അപ്പോൾ കർമ്മം ചെയ്യും വേണം. അകർമ്മം ചെയ്യുമ്പോൾ നമ്മൾ കർമ്മങ്ങളെ നിയന്ത്രിക്കും വേണം. എങ്ങനെയാണ് നിയന്ത്രിക്കുക എന്ന് പറയണത്? കാമക്രോധ ലോപമോഹമത മാത്സര്യങ്ങൾ കൊട്ടക്കണക്കിന് വന്ന് ആ കർമ്മത്തിൽ പ്രതിബന്ധമാക്കാതെ നിൽക്കുക. ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പിതം നേച്ഛയാ കൃതം, എന്നാലേ ചിത്തശോധകം മുക്തിസാധകം. അപ്പോൾ കർമ്മവും വേണം, അകർമ്മവും വേണം. മീനിങ് പ്രവൃത്തിയും വേണം, നിവൃത്തിയും വേണം. അതല്ലേ പറഞ്ഞ ദുര്യോധനൻ, ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി. നീ ധർമ്മം എന്താണെന്നറിയാം, അത് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ജാനാമി അധർമ്മം നചമേ നിവൃത്തി. അതിൽ നിന്ന് നിവൃത്തി വരാനും പറ്റുന്നില്ല, തിരിച്ചു പോരാനും പറ്റുന്നില്ല. അപ്പം അതാണ് പ്രവൃത്തി ആൻഡ് നിവൃത്തി എന്ന് പറയാൻ കാരണം. അപ്പോൾ കർമ്മം ചെയ്യാനുള്ള ശേഷി നമുക്ക് വേണം, അതേ സമയത്ത് കർമ്മത്തിനെ നിയന്ത്രിക്കാനുള്ള നിയന്ത്രണവും നമ്മുടെ അടുത്ത് വേണം. നിയന്ത്രിക്കുക മീൻസ് ആ കർമ്മം പിടിവിട്ട് പോകാതെ നോക്കണം. നമ്മുടെ സ്വാധീനത്തിലായിരിക്കണം ആ കർമ്മം. കാമക്രോധ ലോപമോഹ മത മാത്സര്യാദികളുടെ പോക്കറ്റിൽ വീഴാതെ, ആ കുണ്ടിലും കുന്നിലും കുഴിയിലൊന്നും വീഴാതെ ശരിക്കും നമ്മളുടെ സിഗ്നലനുസരിച്ച് നമ്മൾ പോകണം. റെയിൽവേ രാത്രിയൊക്കെ സിഗ്നലിട്ട് കാണില്ലേ വണ്ടി, കുറേ ലൈറ്റ് ഉണ്ടാവും. ആ ലൈറ്റിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആ പച്ച ലൈറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് തിരിച്ചു കൊണ്ടുപോകണം. തോന്നിയ വഴിക്ക് പോകരുത്. നമ്മൾ ചെയ്യുന്ന കർമ്മമൊക്കെ നമ്മളുടെ കാമത്തിൻ്റെയും മോഹത്തിൻ്റെയും കർമ്മത്തിൻ്റെ എന്താണ് കാമക്രോധ ലോപമോഹ മത മത്സര്യാദികളുടെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ അഹങ്കാരാത്മകമായിട്ടുള്ള കർമ്മങ്ങളാവും. ഈശ്വരാർപ്പണ മനോഭാവമൊന്നും ഉണ്ടാവില്ല. അഹങ്കാരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറ്റുക? കർമ്മഫലം പ്രസാദ മനോഭാവം ഉണ്ടാവില്ല. പ്രസാദ മനോഭാവം ഇല്ലാത്ത കർമ്മഫലം നമ്മളെ കുടുക്കും. അതുകൊണ്ട് പ്രവൃത്തിയും വേണം, നിവൃത്തിയും വേണം. ഭഗവത്ഗീത വായിക്കാത്തവരും കൂടി ആ ഭഗവത്ഗീതയുടെ പിക്ചർ കണ്ടിട്ടുണ്ടാവില്ലേ? പല പിക്ചറുകളുണ്ട്. അതിൽ ഭഗവത്ഗീതയുടെ തീം വിളിച്ച് പറയുന്ന പിക്ചർ ഏതാ അറിയോ? അർജുനൻ തേരിൽ ഭഗവാനെ തൊഴുത് ഇങ്ങനെ നിൽക്കണു. ഭഗവാൻ തേരാളിയായിട്ടിരുന്ന് പിന്നാക്കം ഇങ്ങനെ അർജുനനെ നോക്കണു. വലത്തെ കയ്യിൽ ചമ്മട്ടിയുണ്ട്, ഇടത്തെ കയ്യിൽ കടിഞ്ഞാനും ഉണ്ട്. അല്ലേ? ആ പിക്ചർ കണ്ടിട്ടില്ലേ? ചമ്മട്ടി പൂണ്ടു തങ്കത്തേർ ചങ്ങാതിക്കു തൊളിച്ചതും. അപ്പോൾ ഒരു കയ്യിൽ ചമ്മട്ടി, ചമ്മട്ടി മീൻസ് ചാട്ടവാറ്, ഒരു കയ്യിൽ കടിഞ്ഞാണ്. ആ ചമ്മട്ടി റെപ്രസെൻസ് ചാട്ടവാറ്, ആക്ഷൻ, നമ്മളെ വിപ്പ് ടു ആക്ഷൻ. ചാട്ടവാറുണ്ട് അടിച്ച് ആക്ട് ചെയ്യിപ്പിക്കണം. സ്ലംബർ, ഉറങ്ങിപ്പോരുത്. എവൈക്ക്, റൈസ് എന്നൊക്കെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞില്ലേ? അപ്പം അതിന് ചാട്ടവാറുണ്ട് അടിക്കുക തന്നെ വേണം. അതാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രവൃത്തി. അപ്പോൾ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നു, ഐഡിയലായിട്ട് ഇരുത്തുന്നില്ല, പ്രവർത്തിപ്പിക്കുന്നു. എന്തുകൊണ്ട്? ചാട്ടവാറിൻ്റെ അടിയുണ്ട്. ചമ്മട്ടിയോ? ആ ചെയ്ത കർമ്മങ്ങൾ നിയന്ത്രിക്കുന്നു. എങ്ങനെ? കാമക്രോധ ലോപമോഹമത മത്സര്യാദികളിൽ വീഴാതിരിക്കാൻ. ആ ഭഗവത്ഗീതയുടെ എൻറ്റയർ തീം അതാണ്, പ്രവൃത്തി ആൻഡ് നിവൃത്തി. അതാണ് ആ പുറംചട്ടയിൽ നമ്മൾ കാണുന്നത്. ഏത് പുസ്തകത്തിൻ്റെയും തീമാണല്ലോ ചട്ടയിൽ കാണിക്കുക.
അത് ഈ തീം നമ്മൾ മറക്കരുത്. പ്രവൃത്തി ആൻഡ് നിവൃത്തി എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പം ഭഗവാന്റെ പേര് നിവർത്താത്മാ, നിവൃത്തി ഉള്ളവൻ, നിവൃത്തി ഗുണമുള്ളവൻ. പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും ആ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തി നേടിയവൻ. ഡിപ്പെൻഡൻസ് ഇല്ല എന്നർത്ഥം കർമ്മത്തിനോട്. ഭഗവാൻ കർമ്മനിർവൃതനാണെങ്കിലും അതിൻ്റെ വാസന തീരെ ബന്ധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളും എന്ത് കർമ്മം നമ്മൾ ചെയ്യുകയാണെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൽ നമ്മൾ അകർമ്മത്തെ കാണണം. നമ്മൾ കർമ്മം ചെയ്യാതിരിക്കുമ്പോഴും കർമ്മം ചെയ്യുന്നുണ്ടാവും നമ്മളൊരു ഭാഗത്തു കൂടെ. ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ അതിൽ യാതൊരു ഒട്ടലും ബന്ധനവും ഇല്ലാണ്ട് മുന്നോട്ട് പോയിക്കൊള്ളുക. അതതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളായിട്ട് കളിക്കണം. കുട്ടികളോ അവർ കളിച്ചോട്ടറോ, എന്തിനാ അതിൽ ചെന്നിട്ട് ഇടപെടണേ, അങ്ങോട്ട് പോരുക. ഇടയ്ക്ക് നമ്മൾ പറയും, ഈ എന്താ ഈ പിള്ളേർ ഇങ്ങനെ ഒച്ച വയ്ക്കണപ്പാ, ഒന്ന് മിണ്ടാണ്ട് നിന്നൂടെ, മര്യാദയ്ക്ക് കളിച്ചൂടെ. കളിയിൽ സ്വാഭാവികമാണ് ഒച്ച വയ്ക്കലൊക്കെ. അവർ കരയും, അവർ ഒച്ച വയ്ക്കും, അവർ തല്ലൂടും, അവർ നിലത്തടിക്കും, തലകുത്തി മറയും. ഇതൊക്കെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളോട് സമ്പർക്കം പുലർത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണദോഷങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഗുണാഗുണേഷു വർത്തന്തേ. അതൊക്കെ ആയിക്കോട്ടെ, നിങ്ങളെന്തിനായാലും തല്ലിടാൻ പോണ കാരണോപാടായില്ലേ, മിണ്ടാണ്ടിരുന്നൂടെ, തൻ്റെ വഴിക്ക് തനിക്ക് പൊക്കൂടെ. അപ്പോൾ അതെന്താ, പ്രവൃത്തി ഉണ്ട്, പക്ഷേ നിവൃത്തിയിൽ ഞാൻ നിൽക്കുന്നു. എല്ലാ പ്രവൃത്തിയും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഞാൻ ഇടപെടുന്നില്ല. എത്ര ഭംഗിയായിട്ടാണ് ഭഗവാൻ അത് എന്താ പറയുക 5-ാം അധ്യായത്തിൽ ഭഗവാൻ വർണ്ണിക്കണ അറിയൂ. ഭഗവത്ഗീതയിൽ നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മാന്യേത തത്വവേദ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷന്നഭി ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മാന്യത തത്വദിത്. ഒരു ബന്ധവും ഉണ്ടാക്കുന്നില്ല. കർമ്മം നിരന്തരം ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിലും നൈവ കിഞ്ചിത് സ്വൽപ്പം പോലും കരോമീതി യുക്തോ അന്യത തത്വവിത്ത്. നിരന്തരമായിട്ട് ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒരു ലെവലേശം പോലും ബന്ധനം ഉണ്ടാക്കുന്നില്ല. അതാണ് നിവൃത്തി, അതാണ് കടിഞ്ഞാണ്. ഞാൻ എന്തൊക്കെ വർക്കാം, എന്തൊക്കെ ചെയ്യുന്നത്, ഞാൻ പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്നൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷന്നഹ. കണ്ട് കേട്ട് തൊട്ട് മണത്ത് ഭക്ഷിച്ച് നടന്ന് ശ്വസിച്ച് സംസാരിച്ച് വിസർജനം നടത്തി എടുത്ത് കണ്ണടച്ച് കണ്ണുമിഴിച്ച് ഇതൊക്കെയാണ് ഇതിൽ പറയണത്. എല്ലാ ആക്ടിവിറ്റിയും പറയേണ്ടതല്ലേ. പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്നൻ അശ്നൻ ഗശ്ചൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷൻ അതി. ഇതൊക്കെ എന്താ, ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയാൻ. ഈ ഒരു തത്വം നീ മനസ്സിലാക്കുക. ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ കിടന്ന് കളിക്കുകയാണ്. കളിച്ചോട്ടെ. അപ്പം നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്നൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷന്നഭി ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഒന്നും ചെയ്യുന്നതില്ലെന്ന് തത്വജ്ഞൻ യോഗിയോർക്കുമേ. തത്വജ്ഞരായിട്ടുള്ള യോഗികൾ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിക്കും. എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടും കേട്ടും തൊട്ടും നാറ്റത്തിന്നുപോയി വീതുറങ്കിലും ചൊല്ലിവിട്ടുമെടുത്തും തൻ കണ്ണു ചിമ്മി മിഴിക്കലും ഒക്കെ പറഞ്ഞതായാലും ഒന്നും ചെയ്യുന്നതില്ലെന്ന് തത്വജ്ഞർ യോഗിയോർക്കുമേ. കണ്ടും കേട്ടും
അല്ലേ? പശ്യൻ ശൃണ്വൻ, തൊട്ട് സ്പൃശൻ ജിഗ്നൻ, തൊട്ടു നാറ്റം, തിന്ന് അശനൻ ഗച്ഛൻ പോയി, ഉറങ്ങിലും സ്വവൻ സ്വശൻ, പ്രളവൻ വിസൃജൻ ഗൃണ്ണൻ, ചൊല്ലിവിട്ടുമെടുത്തും തൻ കണ്ണു ചിമ്മി മിഴിക്കിലും ഉന്മിഷൻ നിമിഷൻ നബി, ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഷു വർത്തന്തേ ഇതി ധാരയൻ, വിഷയങ്ങൾക്കിന്ദ്രിയങ്ങൾ നിൽപ്പതെന്നു ധരിച്ചുതൻ. വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ കിടന്ന് കളിക്കുന്നു. കുട്ടികൾ മണ്ണിൽ കിടന്ന് മറിഞ്ഞോട്ടെ, അത് വന്നാൽ കുളിപ്പിക്കാം. എന്തിനാ താൻ ബഹളം കൂട്ടണ? കുട്ടികളല്ലേ, അവരങ്ങനെ കളിക്കില്ലേ? കളിക്കട്ടെ. അപ്പം കർമ്മം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒരു തരിക്ക് പോലും ബന്ധനമുണ്ടാവുന്നില്ല. അതാണ് നിവൃത്തി, അതാണ് കടിഞ്ഞാണ്. മനസ്സിലായോ? അപ്പം അതിൻ്റെ തത്വം കിട്ടിക്കഴിഞ്ഞില്ലേ? ഭഗവാൻ പറയണ വിഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാന്തംശോ വ്യവസ്ഥിതോ, ഏകാംശത്തിൽ വിശ്വമെല്ലാം വ്യാപിച്ചിട്ടാണ് നിൽപ്പു ഞാൻ എന്ന് പറയും. അതായത് അവതാര പുരുഷന്മാരിൽ പോലും അവരുടെ കർമ്മം അവരെ ബന്ധിക്കുന്നില്ല. സ്ഥിതപ്രജ്ഞനായിട്ട് നിൽക്കുന്നു. എൻ്റെ ഒരു അംശമാണ് ഈ ലോകം മുഴുവൻ എന്ന് ഭഗവാൻ ഡിക്ലെയർ ചെയ്തിട്ട് ആ അംശത്തിൽ പോലും, അവതാരത്തിൽ പോലും ഭഗവാന്റെ കർമ്മങ്ങൾ ഭഗവാനെ ബന്ധിക്കുന്നില്ല. ശ്രീരാമൻ്റെ ആയാലും കൃഷ്ണൻ്റെ ആയാലും ആരുടെ ആയാലും, ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെ ഒക്കെ കർമ്മങ്ങൾ അവർ കർമ്മം ചെയ്യാതെ ഒരു നിമിഷം ഇരുന്നിട്ടുണ്ടോ? ഇല്ലേ? ഞാൻ നിവൃത്താത്മാവാണെന്ന് കൊണ്ട് ഉണ്ടാണ്ടിരുന്നിട്ടുണ്ടോ? ഇല്ല. ഉണ്ടാണ്ടിരിക്കുകയല്ല വേണ്ടത്, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. അതേ സമയത്ത് തന്നെ കർമ്മണ്യ അകർമ്മണ പശ്യേത്. വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിൽ ഇപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത്. അതൊന്ന് റെഫർ ചെയ്യുക, സൗകര്യമുള്ളപ്പോൾ ഒന്ന് വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചമ്മട്ടിയും കടിഞ്ഞാണും മനസ്സിലാലോചിക്കുക. ആ ചിത്രം എപ്പോഴും മനസ്സിലുണ്ടാവുക. ഭഗവത്ഗീതയുടെ തീം അതാണ്. ചമ്മട്ടിയും കടിഞ്ഞാണും, ചമ്മട്ടിയും കടിഞ്ഞാണും. ആക്ഷൻ ആൻഡ് ഇൻആക്ഷൻ, പ്രവൃത്തി ആൻഡ് നിവൃത്തി. ഇൻ്റലിജൻ്റ് പ്രവൃത്തി, ഇൻ്റലിജൻ്റ് നിവൃത്തി. മനസ്സിലായോ? അപ്പോൾ അതാണ് നിവൃത്താത്മാ എന്ന് പറയുന്നത്. അടുത്ത നാമം നിൽക്കില്ല, അപ്പോൾ നമുക്ക് നാളെ നോക്കാം. ഒന്ന് തൽക്കാലം ഇവിടെ നിർത്താം. ഞായറാഴ്ചയൊക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ നല്ല കൂട്ടാൻ ഉപ്പേരിയൊക്കെ വയ്ക്കേണ്ട അടുക്കളയിൽ. ഏതായാലും വീക്കെൻഡ് വളരെ നന്നായി നടക്കട്ടെ എല്ലാവർക്കും. ഇന്നിപ്പോൾ എല്ലാവരും ഇപ്പം ഇന്ന് പ്രാർത്ഥനാ മൂഡിലാവും. അവരൊരു മെസ്സേജ് വളരെ വൈറലായിട്ടുണ്ടല്ലോ 1:30 വരെ. ഏതായാലും നാമം ചെല്ലാൻ ഏതായാലും മുഹൂർത്തമൊന്നും നോക്കണ്ട. നമ്മൾ നാമം ചെല്ലേണ്ട സമയം മുഹൂർത്തമായിട്ട് മാറുകയാണ്. അപ്പോൾ അതങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതായാലും നാളെ അടുത്ത ക്ലാസ് നമുക്ക് നാളെ എടുക്കാം. അതുവരെ ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനേ രക്ഷിക്കണേ.